സോ ഹായ് ഗൈസ്, നന്ദു, വെൽക്കം ടു ബിഗ് ബോസ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിഗ് ബോസിലെ ഗബ്രി എഡിറ്റ് ആയിരിക്കുന്നത്, ഗബ്രിച്ച കോംബോ ബ്രേക്ക് ആയിരിക്കുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ദീപാവലി ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് ഇന്ന് ദീപാവലി ആഘോഷിക്കാൻ കഴിയുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എവിക്ഷന് ശേഷം നമ്മുടെ ജാസ്മിൻ വരുന്ന സീനാണ്. പോയി എല്ലാരും കൂടി പറയുന്നത് കേട്ടോ, അവൻ പോയി പോയി അറിയുമ്പോ ഇല്ല, ഇത് ബിഗ് ബോസിന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു. നമ്മള് കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴൊരു സൗണ്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് താഴെ കമന്റ് ചെയ്യാ. നമുക്ക് ബാക്കി കാണാം. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നോ? ഞങ്ങളെ വീഡിയോ കാണിച്ചു. എനിക്ക് പുള്ളിക്കാരി ഇതൊക്കെ സീരിയസ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ കോമഡി ആയിട്ടുണ്ട് ഇതൊക്കെ. എന്തായാലും ഇന്നലെ നല്ലോണം ചിരിക്കാനുള്ള മൊമെന്റ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയാണോ പറ്റുന്നില്ലെങ്കിൽ പോണം മിസ്റ്റർ, പിന്നെയും ഇവിടെ ഇരിക്കാല്ലേ. പറ്റുന്നില്ല പറയുന്നുണ്ട്, പക്ഷെ ആള് ക്വിറ്റ് ചെയ്യുന്നില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇതില്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം പ്രേക്ഷക വിധി തേടാൻ വേണ്ടിയിട്ട് ആള് പവർ ടീമിൽ നിന്നൊക്കെ ഇറങ്ങിയതായിരുന്നു. സോ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. നോമിനേഷനിൽ നിന്ന് അധികം വന്നിട്ടില്ല, അപ്പൊ എനിക്ക് പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ആഴ്ച മനഃപൂർവ്വം പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും ഇപ്പൊ പ്രേക്ഷക വിധി എന്താണെന്ന് ഗബ്രി മനസ്സിലാക്കി കാണുന്നു പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? പ്രേക്ഷകരുടെ തീരുമാനം എന്നാണ് വിശ്വാസം. എന്റെ വിശ്വാസം അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ്, വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പ്രേക്ഷകരുടെ തീരുമാനം എന്തായാലും ഇറങ്ങി പോടാന്നതായിരിക്കും. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഒരു നോമിനേഷനിൽ വന്നോട്ടെ. ഒരു നോമിനേഷനിൽ നീ വാജിന്തോ, അപ്പൊ നീ അറിയും. നീ ഇറങ്ങിപ്പോണ ദിവസം ഇവിടെ ദീപാവലി ആഘോഷിക്കും ഞാൻ. ദീപാവലി എന്തായാലും പാവം ഗബ്രിക്ക് ദീപാവലി ആഘോഷിക്കാൻ പറ്റില്ല. കാരണം അതിനു മുമ്പ് തന്നെ അവൻ ഇറങ്ങിപ്പോയിരിക്കാണ്. ഗബ്രി ഇവിടെ വേസ്റ്റഡ് ആയിരിക്കുകയാണ്. കേസ് തൽക്കാലം ആരോടും പറയണ്ട. ദീപാവലി ആഘോഷിക്കാൻ നിന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ആദ്യമേ പോയിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം. ജാസ്മിൻ, ഗബ്രി, ബിഗ് ബോസ് നിങ്ങളിൽ ഒരാൾ ഇന്ന് ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും. ഓക്കെ ബിഗ് ബോസ്. ഇതില് ജാസ്മിൻ കരയാണോ ഇരിക്കുകയാണോ, എന്താണ് ഇമോഷൻ പങ്കിടുന്നത് മനസ്സിലാവില്ല. ഒരേ ടൈമില് അന്യനാവും, അമ്പിയാവും, റെമോ ആവും. അതുപോലെ 3 ഇമോഷൻസും മിക്സ് ചെയ്തിട്ടാണ് ആളോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷമാണോ അതോ കരയാണോ എന്താന്ന് എനിക്ക് പേഴ്സണലി പിടികിട്ടിട്ടൊന്നുമില്ല.
ഇല്ല 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 ഇല്ല. അയ്യോ കാര്യമില്ലടാ. എന്തായാലും ഗൈസ് നമുക്ക് ലാസ്റ്റ് വീഡിയോ കാണാം. ങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എന്താ പറയാ എല്ലാം ആ വീടിന്റെ പടി കടന്ന സമയത്ത് അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ഓരോരുത്തരും എന്റെ സുഹൃത്തുക്കളാണ്. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. എന്റെ സഹോദരങ്ങളാണ്, എന്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് കളിക്കുക. പുറത്തിറങ്ങുമ്പോൾ കാണാം. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ വഴിക്ക് വരുന്നതായിരിക്കില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇതിന്റെ ഈ വീഡിയോ കമന്റ് ബോക്സ് അടിപൊളി കമന്റ് ബോക്സ് ആയിരുന്നു. കമന്റ്സ് ഞാൻ വായിക്കാം. അവളുടെ ഒരു സന്തോഷം, അവൾ കരയുകയല്ല, അവൾ സന്തോഷിക്കുകയാണ്, അവൾ പുറത്താകത്തായി. എനിക്കും പേഴ്സണലി ഇത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരി അന്യനെ പോലെ 2 ഇമോഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. 2 അല്ല 3 ഒന്ന് ചിരിക്കുന്നു, കരയുന്നു, സന്തോഷിക്കുന്നു, എന്തൊക്കെയൊക്കെയോ ഇമോഷൻസ് ആണ് ആള് പ്രകടിപ്പിക്കുന്നത്. നെക്സ്റ്റ് കമന്റ് നോക്കിക്കോളൂ. എല്ലാവരും സഹോദരങ്ങളാണ്. ജാസ്മിൻ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നെ നോക്കണ്ട, ഞാൻ നാട് വിടുകയാണ്. കാരണം പുള്ളിക്കാരന് നല്ല സൈബർ അറ്റാക്ക് ഉണ്ടാവും എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ജാസ്മിൻ എനിക്കും പേഴ്സണലി തോന്നി. കാരണം പുള്ളിക്കാരിക്ക് ഒരു നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ ഷോ ഇട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ ലീവ് ചെയ്യാം. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോയിലൂടെ ഞാൻ ബൈ ബൈ പറയുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ചിരിക്കാനും സാധിക്കും. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ആരോടും പരിഭവിക്കാതിരിക്കാം. ശുഭദിനം.